കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ചേരുന്നതാണ്. കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നതും ഒന്നിലധികം ഫങ്ഷൻസ് ചേരുന്നതാണ്. നമുക്ക് രണ്ട് ഫങ്ഷൻസ് എങ്ങനെ ചേരുന്നു എന്നതിനെക്കുറിച്ച് മാത്രം +2 പഠിക്കാം. അതിന് മുന്നോടിയായിട്ട് പ്രായോഗികമായി ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോളട്ടെ. നിങ്ങളെല്ലാവരും പബ്ലിക് പരീക്ഷകൾ എഴുതിയിട്ടുള്ളതാണ്. ഇനി എഴുതുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലുമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതും റിസൾട്ട് വരുന്നതും എന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്കൊരു ഹാൾ ടിക്കറ്റ് തരും. ആ ഹാൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ കാണും. ഈ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൻ്റെ മുകളിൽ എഴുതും. വേറെ ഒന്നും നിങ്ങൾ എഴുതില്ല. പേരോ അഡ്രസ്സമോ അങ്ങനെ യാതൊരു സൂചനകളും നൽകാൻ പാടില്ല എന്ന് നിയമമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പേപ്പർ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നറിയാമോ? ഈ രജിസ്റ്റർ നമ്പർ വെച്ചാണോ നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്? അല്ല. ഈ രജിസ്റ്റർ നമ്പറുകൾക്കെല്ലാം മറ്റൊരു ഫാൾസ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ആ നമ്പറിലാണ് ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന സാറുമാരുടെ കയ്യിൽ എത്തുന്നത്. അധ്യാപകർ ആ പേപ്പർ നോക്കി തിരിച്ച് അവരുടെ അസൈൻ ചെയ്തിരിക്കുന്ന ആരെയാണോ അവരെ തിരിച്ചേൽപ്പിച്ച് വീണ്ടും ഈ കോഡ് നമ്പറിന് പകരം ആ ഒറിജിനൽ നമ്പർ രജിസ്റ്റർ നമ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ മാർക്ക് ടാബ്ലേറ്റ് ചെയ്ത് റിസൾട്ടായിട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയാണെന്ന് നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3 പേര് ഒരു പരീക്ഷ എഴുതുന്നു വിചാരിക്കാം. അവരുടെ പേരാണ് A, B, C. ABC എന്നീ 3 പേർ ഒരു പരീക്ഷ എഴുതിയാണ്. അതിൽ എയുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 2 ആണെന്നിരിക്കട്ടെ. ബിയുടെ രജിസ്റ്റർ നമ്പർ 4 ആണെന്നിരിക്കട്ടെ. സിയുടെ രജിസ്റ്റർ നമ്പർ 5 ആണ്. ഇത് അവരുടെ യഥാർത്ഥ ഹാൾ ടിക്കറ്റ് നമ്പറാണ്. ഈ പേപ്പർ എക്സാമിനേഷൻ ഹാളിൽ എത്തുന്നതിന് മുമ്പ്, പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകരുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഈ നമ്പറുകൾക്കെല്ലാം ഒരു ഫാൾസ് നമ്പർ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ 2 എന്ന് പറയുന്ന ഹാൾ ടിക്കറ്റ് നമ്പറിന് പകരം അവർ ജനറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 4 എന്നായിരിക്കും. 4ന് പകരം അവർ ജനറേറ്റ് ചെയ്യുന്ന ഫാൾസ് കോഡ് നമ്പർ 16 എന്നായിരിക്കും എന്നിരിക്കട്ടെ. 5ന് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ 25 ആണെന്നിരിക്കട്ടെ. അപ്പോൾ തിരിച്ച് 25 പേപ്പർ വാല്യൂ തിരിച്ചു വരുമ്പോൾ ഇത് 5ന്റെ ആണെന്ന് തിരിച്ചറിയുകയും അത് സി എന്ന് പറയുന്ന കുട്ടിയുടെ മാർക്കാണെന്ന് അറിയുകയും ചെയ്യാൻ പറ്റും. പക്ഷെ ഇയാൾക്ക് ഇത് സിയുടെ ആണെന്ന് അറിയത്തില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അപ്പോൾ അത് യാതൊരു രീതിയിലുള്ള സ്വാധീനങ്ങളിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ എയുടെ ഇമേജ് ആണ് നമുക്ക് 2 എന്ന് പറഞ്ഞാൽ 2ന് പിന്നെ വീണ്ടും ഒരു ഇമേജ് 4 ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യത്തെ നമ്മളൊരു സെറ്റായിട്ട് പരിഗണിച്ചാൽ, ലെറ്റ് ഇറ്റ് ബി എ സെറ്റ്, നമ്മൾ ആരോ ഡയഗ്രമായിട്ട് ഇതിന് എ എന്ന് പേര് കൊടുത്താൽ, സപ്പോസ് എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് എ, ബി, സി. അപ്പോൾ രണ്ടാമത്തത് അവയുടെ രജിസ്റ്റർ നമ്പർ ആകുന്ന സെറ്റാണ്. നമുക്കതിനെ അപ്പോൾ എങ്ങനെ പറയാം? ബി എന്ന് പറയുന്ന സെറ്റായിട്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യാം. ഇത് ബി ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഉറപ്പായിട്ടും ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിനെ എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ കണ്ടോ? ആരോഗ്യം വന്നോട്ടെ. ഇത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറയും. നിങ്ങൾ നേരത്തെ കുറച്ച് വാക്കുകൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഡൊമൈൻ, എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച്, അല്ലെ? ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ ഡൊമൈൻ എന്ന് ഞാൻ ഒന്നും കൂടി പറയാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എ എന്നുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പൊ ഇവിടെ ഡൊമൈൻ ആണ് എ, ഇതാണ് എ. ബി എന്ന് പറയുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. അപ്പൊ ഇവിടെ കോഡൊമൈൻ ആണിത്, അല്ലെ? കോഡൊമൈനിലെ അംഗങ്ങളാണ് 2, 4, 5.
റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കോഡൊമൈനിൽ ഏതൊക്കെ ഇമേജ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇതിൽ 2, 4, 5 ഇതെല്ലാം ഇമേജ് ആണ്. അതുകൊണ്ട് റേഞ്ചും സെറ്റ് 2, 4, 5 ആണ്. ഇതെല്ലാം സെറ്റാണ് അല്ലേ? സെറ്റ് 2, 4, 5. ഒരു പക്ഷേ ഇവിടെ 6 എന്നൊരു എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കോഡൊമൈൻ പറയുമ്പോൾ 6 ഉൾപ്പെടുത്തി പറയും. കാരണം ആ രണ്ടാമത്തെ സെറ്റ് ബി അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ കോഡൊമൈൻ എന്നാണ് പറയുന്നത്. പക്ഷെ 6 ഒന്നിന്റെയും ഇമേജ് അല്ല എന്നറിയാം. അപ്പോൾ റേഞ്ച് പറയുമ്പോൾ സെറ്റ് 2, 4, 5 മതി. അതാണ് കോഡൊമൈനും റേഞ്ചും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനെ പറയാം, കോഡൊമൈനിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും റേഞ്ച്. ചില സമയത്ത് കോഡൊമൈനും റേഞ്ചും ഈക്വലായും വരാം അല്ലെ? ഞാൻ 6 മാക്കിയാണ് തൽക്കാലം. അപ്പോൾ ഇവിടെ കോഡൊമൈനും റേഞ്ചും ഒരേ സെറ്റാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്? ബിക്ക് വീണ്ടും ഒരു ഫാൾസ് നമ്പർ ജനറേറ്റ് ചെയ്ത് കൊടുത്തല്ലോ. അതാണ് അടുത്തൊരു സെറ്റായിട്ട് ഞാൻ പരിഗണിക്കാൻ പോകുന്നത്. അടുത്തൊരു സെറ്റ്. ആ സെറ്റിനെ ഞാൻ സി എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും തമ്മിൽ മറ്റൊരു റിലേഷൻ ഉണ്ട്. അതിന്റെ ഫാൾസ് കോഡ് നമ്പറാണ്. അത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള മറ്റൊരു ഫംഗ്ഷനാണ്. ഞാൻ അതിനെ ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? ജി എന്ന ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ ബി ടു സി എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ജി എന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ? കോഡൊമൈൻ എന്താ? ബിയുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ് അല്ലെ? ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ എഫിന്റെ എന്തായിരുന്നു? കോഡൊമൈൻ ആയിരുന്നു. അപ്പൊ എഫിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ജിയുടെ എന്തായി വരുന്നു? ഡൊമൈനായി വരുന്നു. ശരിയല്ലേ? ബി ടു സി. അപ്പൊ സി എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് കോഡൊമൈൻ. മറന്നുണ്ടോ? മറപ്പോരുത്. അതായത് എഫിൽ എന്ന് പറഞ്ഞാൽ എ ടു ബി, ബിക്ക് ആണെങ്കിൽ ബി ടു സി. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ എഫിന്റെ റേഞ്ച് അല്ലെങ്കിൽ എഫിന്റെ കോഡൊമൈൻ ജി എന്ന ഫംഗ്ഷന്റെ ഡൊമൈനായി മാറുന്ന ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകതയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷനിലെ അടിസ്ഥാനം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ നമ്പർ 2 ആണെങ്കിലും ആ 2 ഇപ്പൊ 4 മാറി. അപ്പൊ എക്ക് 4 ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ എയുടെ രജിസ്റ്റർ നമ്പറിന്റെ ഫാൾസ് കോഡ് നമ്പറാണ് 4. അതേപോലെ ബിക്കും ഒരു ബന്ധമുണ്ട്. ഏതുമായിട്ടാ? 16 ജിയുടെ രജിസ്റ്റർ നമ്പറിന്റെ ഫാൾസ് കോഡ് നമ്പറാണ്. അപ്പൊ ഇവിടെ നേരിട്ട് ഇങ്ങനെ ഒരു ബന്ധം കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എഫ് ഓഫ് അല്ലെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്ന് എഫ് കോമ്പോസിറ്റ് ജി അല്ല, ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. എന്താണ് അത് നമ്മളെ വ്യത്യാസം? എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ സെറ്റില് ഞാൻ എ എന്ന് പറയുന്ന സെറ്റിനെ പറ്റി പറഞ്ഞപ്പോ അതിലെ എലമെന്റ് എക്സ് ആണെന്നിരിക്കട്ടെ. രണ്ടാമത്തെ സെറ്റ് ബി യെ പറ്റി പറഞ്ഞപ്പോ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ പറഞ്ഞപ്പോ എഫ് പറഞ്ഞപ്പോ ഇത് വൈ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇമേജ് ആണ്. നമ്മൾ അതിനെ പറയും എഫ് ഓഫ് എക്സ് എന്ന് പറയും. അതാണ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് എക്സിന്റെ ഓരോ ഫംഗ്ഷണൽ വാല്യൂസ് ആണ് ഇവിടെ കിട്ടുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എ എന്താണെന്നറിയാമോ? എഫ് ഓഫ് എ 2 ആണ്. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആണ് ഇവിടെ. എഫ് ഓഫ് ബിയോ 4 ആണ്. എഫ് ഓഫ് സിയോ ഉറപ്പായിട്ടും 5 ആണ് അല്ലെ? ഇനി അടുത്ത ഒരു സെറ്റ് ഇവിടെ നമ്മൾ പരിഗണിക്കുകയാണ്. അതാണ് സി. ബിയിൽ നിന്ന് സിയിലേക്ക് വേറൊരു ഫംഗ്ഷൻ, അതാണ് ജി. അങ്ങനെ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ജി ഓഫ് 2 ആണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത്. ജി ഓഫ് 2 ആണ് 4 അല്ലെ? അതേപോലെ ജി ഓഫ് 4 4ന് ജിയിലുള്ള ഇമേജ് 16. ജി ഓഫ് 5 എന്തായിരിക്കും? 24. അങ്ങനല്ലേ വരിക. അപ്പൊ ഇവിടെ സിയിലെ അംഗങ്ങൾ നമുക്ക് പറയാം, ഇത് എക്സ് ആയിരുന്നപ്പോൾ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഈ എഫ് ഓഫ് എക്സ് ആണ് ജിയുടെ ഡൊമൈൻ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? പറയൂ. ഇത് ജി ആണ് റിലേഷൻ. ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എഫുമായിട്ടുണ്ടാക്കിയ ഫംഗ്ഷൻ, അതാണല്ലോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഇമേജ്. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡൊമൈൻ ആകുമ്പോൾ ഇവിടെ എന്തുണ്ടാക്കും എന്ന് അറിയാലോ? ജി ഓഫ് എഫ് ഓഫ് എക്സ്.
ശരിയല്ലേ? ഈ ജി ഓഫ് എഫ് ഓഫ് എക്സിനെ പറയുന്ന പേരാണ് നമ്മൾ ജി കോമ്പോസിറ്റ് എഫ്. കണ്ടോ? അപ്പൊ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. മറക്കരുത്. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്റെ ഇമേജ് ആണ്. ആ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കോഡൊമൈൻ എന്ന് പറയുന്നത് ജിയുടെ ഡൊമൈനായി മാറിയിരിക്കുകയാണ്. ജി ഓഫ് എക്സ് അല്ല, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. കുറച്ചും കൂടെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എ 2 ആണ്, പക്ഷെ 2ന് ജിയുമായിട്ടുള്ള ഒന്ന് 4 ആണ്. അപ്പൊ ഇവിടെ എന്തൊരു ബന്ധമുണ്ട്? ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എ എങ്കിൽ എത്ര വരും? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എയുടെ വില എത്രയാണ്? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജി ഓഫ് എഫ് ഓഫ് എ എന്നർത്ഥം. ജി ഓഫ് എഫ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എന്താണ്? എഫ് ഓഫ് എയുടെ വില. എഫ് ഓഫ് എയുടെ വില 2 ആണ്. അപ്പൊ ജി ഓഫ് 2 ഇപ്പുറത്ത് നോക്കി എത്രയാണ്? 4. അതായത് എ എന്ന് പറയുന്നത് ജി കോമ്പോസിറ്റ് എഫിൽ അതിന്റെ ഇമേജ് വരുന്നത് 4 ആണ്, വാല്യൂ വരുന്നത് 4 ആണെന്ന് അർത്ഥം. അത് ആരോ നോക്കുമ്പോൾ നമ്മൾ ഈ വരയെ പിന്തുടർന്ന ആദ്യം എയിൽ നിന്ന് 2 പോയി, 2ൽ നിന്ന് 4 പോയി. അപ്പൊ അതേപോലെ ബി ക്യു ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് ബി എന്ന് എഴുതാം. അതെന്ത് വരും? ഈ വര നോക്കിയാൽ മതി. ബിയിൽ നിന്ന് 4 പോയി, 4ൽ നിന്ന് 16 പോയി. അപ്പൊ ഇതെന്ത് കിട്ടും? 16 കിട്ടും. അടുത്ത് നോക്കി, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സി എത്ര കിട്ടും? അതും ആ വര നോക്കൂ. സിയിൽ നിന്ന് ബി 5ൽ പോയി, 5ൽ നിന്ന് 25 പോയി. അപ്പൊ ഇതെത്ര വരും? 25 വരും. ലളിതമല്ലേ? അല്ലെ? ഇതാണ് ജി കോമ്പോസിറ്റ് എഫ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ഡൊമെയിൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ? ഡൊമെയിൻ കോഡൊമെയിൻ റേഞ്ച് എന്താണെന്ന് മനസ്സിലായി. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ഈ ബന്ധം മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ജി കോമ്പോസിറ്റ് എഫ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതാണ് ഈ കിടക്കുന്ന സാധനം. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ പറയണം. ലെറ്റ് എഫ് സച്ച് ദാറ്റ് സെറ്റ് 2, 3, 4, 5 തീർന്നില്ല. 2 എക്ക് പകരം എയിലെ എലമെന്റ് തന്നിരിക്കുകയാണ്, ബിയിലെ എലമെന്റ് തന്നിരിക്കുകയാണ് 3, 4, 5, 9. പിന്നെ ജി എന്നൊരു ഫംഗ്ഷൻ അടുത്ത് തന്നിരിക്കുകയാണ്. ജി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ജി സച്ച് ദാറ്റ് സെറ്റ് 3, 4, 5, 9. ഇതെന്താ? ഇത് എഫിന്റെ ഈ സെറ്റല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡൊമൈൻ, എഫിന്റെ കോഡൊമൈൻ ജിയുടെ എന്തായിട്ട് വന്നു? ഡൊമൈൻ വന്നു. അപ്പോൾ ഒരു കോമ്പോസിറ്റ് മണക്കുന്നില്ലേ? മണക്കണം. ഇറ്റു ഏതിലേക്കാണെന്ന് അറിയാമോ? 7, 11, 15 ഇങ്ങനെ 2 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി അതിൽ ഓരോന്നിന്റെ കുറച്ച് വിലകൾ തന്നിട്ടുണ്ട്, വാല്യൂസ്. എഫ് ഓഫ് 2 മറ്റൊന്നുമല്ല 3 ആണ്. എഫ് ഓഫ് 3 അതിന്റെ വാല്യൂ 4 ആണ്. എഫ് ഓഫ് 5 അല്ല, എഫ് ഓഫ് 4 ഉണ്ട്. എഫ് ഓഫ് 4 ഈക്വൽ ടു എഫ് ഓഫ് 5 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 4ഉം 5 ആണ്, എഫ് ഓഫ് 5ഉം 5 ആണ്. രണ്ടിന്റെയും വില 5 ആയതുകൊണ്ട് 2 ആണ് എഴുതാതെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയേ ഉള്ളൂ. അല്ലാതെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇനി ജി ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് 4 ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജി ഓഫ് 3യും 7 ആണ്, ജി ഓഫ് 4ഉം 7 ആണ് അല്ലെ? 2 തവണ എഴുതുന്നതിന് എളുപ്പമാക്കുകയാണ്. അങ്ങനെ എളുപ്പമാക്കുന്നതാണല്ലോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളെ നമുക്ക് എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റും അത്രത്തോളം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ ഇതെന്തായിരിക്കും അർത്ഥം? ജി ഓഫ് 5 ഈക്വൽ ടു ജി ഓഫ് 9 ഈക്വൽ ടു 11. അപ്പൊ ജി ഓഫ് 5ഉം 11 ആണ്, ജി ഓഫ് 9ഉം 11 ആണെന്ന് അർത്ഥം അല്ലെ? ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഫൈൻഡ് ജി കോമ്പോസിറ്റ് എഫ്. ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കണം അല്ലെ? ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഇവിടെ എഫിലെ എലമെന്റുകൾ അതൊക്കെയാണ് 2, 3, 4, 5. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇതങ്ങ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലൊരു ആരോ ഡയഗ്രാം വരച്ചു നോക്കാം അല്ലെ? അതിൽ ആദ്യത്തെ സെറ്റായിട്ട് നമുക്ക് ഏതിനെ പരിഗണിക്കാം? സപ്പോസ് ഇതിലെ ആദ്യത്തെ സെറ്റായിട്ട് നമുക്ക്
എയിലെ അംഗങ്ങൾ എഴുതാം. എയിലെ അംഗങ്ങൾ ഏതൊക്കെയാണ്? 2, 3, 4, 5. രണ്ടാമതായിട്ട് ബിയിലെ അംഗങ്ങൾ എഴുതാം. ബിയിലെ അംഗങ്ങളും 4 എണ്ണം ഉണ്ട്. 3, 4, 5, 9 അല്ലേ? ഇനി നമുക്ക് നോക്കാം. എഫ് ഓഫ് 2 ഈക്വൽ ടു 3. അപ്പൊ എഫ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് എഫ്. എഫ് ഓഫ് 2 ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2ന്റെ ഇമേജ് ഏതാ? 3 ആണ്. അപ്പൊ എങ്ങനെ ആരോ കൊടുക്കും? 2ൽ നിന്ന് 3ലോട്ട് ഇങ്ങനെ ആരോ കൊടുക്കണം. കണ്ടോ? അതേപോലെ 3 എഫ് ഓഫ് 3 ഈക്വൽ ടു 4 എന്നാണ് പറയുന്നത്. അപ്പം 3ൽ നിന്ന് നമുക്ക് 4ലോട്ട് ആരോ കൊടുക്കാം. ഇനി എഫ് ഓഫ് 4ഉം 5ആണ്, എഫ് ഓഫ് 5ഉം 5ആണ്. അപ്പൊ 4ൽ നിന്ന് എങ്ങോട്ട് വരെ പോകണം? 4ൽ നിന്ന് 5ലോട്ട് പോകണം, 5ൽ നിന്ന് 5ലോട്ട് പോകണം. കണ്ടോ? എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ആയി. ഫംഗ്ഷൻ ആണ്, പക്ഷെ ഇങ്ങോട്ട് ഫംഗ്ഷൻ അല്ല. അത് പോട്ടെ. ഇനി അടുത്ത ഒരു സെറ്റും കൂടി നമ്മൾ വരയ്ക്കുന്നു. അതത്രേ സി. ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷനെയാണ് ജി എന്ന് പറയുന്നത്. കാരണം 3, 4, 5, 9 7, 11, 15. അപ്പൊ ഇതിൽ അംഗങ്ങൾ 7, 11, 15 ഇതാണ് ഇതിൽ അംഗങ്ങൾ. ഇനി നമ്മൾ ഇവിടെ നോക്കണം. ജി ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് 4 ഈക്വൽ ടു 7. അപ്പോ 3യിൽ നിന്ന് എങ്ങോട്ട് ആരോ വരയ്ക്കണം? 3യുടെ ഇമേജ് എന്താ? ജി ഓഫ് 3 എത്രയാ? 7. അപ്പൊ 3യിൽ നിന്ന് 7ലോട്ട് ആരോ വരച്ച്. ജി ഓഫ് 4 ഈക്വൽ ടു 7. അപ്പൊ 4ൽ നിന്നും 7ലോട്ട് തന്നെ ആരോ വരയ്ക്കണം. ഇനി ജി ഓഫ് 5 ഈക്വൽ ടു ജി ഓഫ് 9 ഈക്വൽ ടു 11. അപ്പൊ ജി ഓഫ് 5 ഇതല്ലേ 5. 5ൽ നിന്ന് എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? 9. ജി ഓഫ് 5 ഈക്വൽ ടു ജി ഓഫ് 9 ഈക്വൽ ടു 11. അപ്പൊ ജി ഓഫ് 5 ഈക്വൽ ടു 11 ആണ്. ജി ഓഫ് 5ൽ നിന്ന് 11ലേക്ക് വരയ്ക്കാം. ഓക്കെ. ജി ഓഫ് 9 ഈക്വൽ ടു 11. അപ്പൊ എങ്ങോട്ടാ വരയ്ക്കുക? 9ൽ നിന്നും 11ലേക്ക്. കണ്ടോ? 15 ഇവിടെ ഫ്രീ ആയിപ്പോയി അല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കോഡൊമൈൻ പറയുമ്പോൾ 7, 11, 15 എന്ന് പറയും. റേഞ്ച് പറയുമ്പോൾ 7, 11 പറയും. ഒരു എലമെന്റ് കാണില്ല. ഓക്കെ. ഇനി നോക്കിയേ, യഥാർത്ഥത്തിൽ നമുക്ക് ജി കോമ്പോസിറ്റ് എഫ് ഇപ്പോൾ മനക്കണക്കായിട്ട് എഴുതാം. ആദ്യം ജി കോമ്പോസിറ്റ് എഫ് ഓഫ് ആദ്യത്തെ എലമെന്റ് 2ന്റെ പറയാണ്. എത്ര കിട്ടും? അപ്പൊ നമ്മൾ നോക്കേണ്ടത് 2ൽ നിന്ന് 3ലേക്ക് പോയി, 3ൽ നിന്ന് എങ്ങോട്ട് പോയി? 7ലേക്ക് പോയി. അപ്പൊ 2ന് 7ഉമായുള്ള ബന്ധം കണ്ടോ? അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? 7. ഇനി ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 3 എത്ര കിട്ടും? ആരോ നോക്കിയാൽ മതി. 3ൽ നിന്ന് 4ലേക്ക് പോയി, 4ൽ നിന്ന് 7ലേക്ക് പോയി. അപ്പൊ ഇവിടെ എത്ര എഴുതും? 7. കണ്ട? ഈ ആരോടെ എഴുതുമ്പോൾ ഈ ഫ്ലോ ഇത് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നുള്ള ആ ഒഴുക്ക് ഈ ആരോയെ പിന്തുടർന്ന് പോയാൽ നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയാലും കിട്ടും. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ജി ഓഫ് 2ന് 3, സോറി എഫ് ഓഫ് 2ന് 3. ഇനി ജി ഓഫ് 3ന് എത്ര? 7. അങ്ങനെ നോക്കിയാലും 2ന് 7ഉമായുള്ള ബന്ധം കിട്ടും അല്ലെ? ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആരോ ഡയഗ്രാം തന്നെ വരച്ചത്. ഇനി ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കി 4ൽ നിന്ന് 5 പോയി, 5ൽ നിന്ന് 11 പോയി. അപ്പൊ ഇതിന്റെ വില എത്രയാണ്? 11. ഇനി ഒന്നും കൂടെ ഉണ്ടല്ലോ, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 5. അതിന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 5ൽ നിന്ന് 5ൽ പോയി, പിന്നെ 5ൽ നിന്ന് 11ൽ പോയി. അപ്പൊ അതിന്റെ വാല്യൂ 11. കണ്ടോ? ഇതെങ്ങനെയാണ് ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുന്നത്? വേണം. അപ്പൊ വേണമെങ്കിൽ ഇനി കാര്യമായിട്ട് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ സെറ്റാക്കി വേണമെങ്കിൽ എഴുതാം. ഓർഡേർഡ് പേരുകളായിട്ട് എങ്ങനെ എഴുതാം? ഈ ബന്ധം നോക്കി 2, 7, 3, 7, 4, 11, 5, 11 എന്നൊക്കെ എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. അതിന്റെ ആവശ്യമില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുന്നത്. ജി കോമ്പോസിറ്റ് എഫ് എന്താണെന്നും മനസ്സിലായി കാണും. ഇനി ഈ ജി കോമ്പോസിറ്റ് എഫ് മാത്രമല്ല, എഫ് കോമ്പോസിറ്റ് ജി ഉണ്ട്. അപ്പൊ എഫ് കോമ്പോസിറ്റ് ജിയുടെ പ്രത്യേകത എന്തായിരിക്കും? എഫ് കോമ്പോസിറ്റ് ജിയുടെ പ്രത്യേകത എന്തായിരിക്കും? എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നായിരിക്കും. ശരിയല്ലേ? അതായത് ജി കോമ്പോസിറ്റ് എഫ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ഈ ഡോട്ട് മാറ്റിയിട്ടേ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ എക്സിൽ എഴുതിയാൽ മതി അല്ലെ? രണ്ടാമത് നടക്കുന്ന ഫംഗ്ഷനെയാണ് എക്സിൽ എഴുതുന്നത്. ജി കോമ്പോസിറ്റ് എഫ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? ജി ഓഫ് എഫ് ഓഫ് എക്സ് എഴുതും. തീർന്നില്ല. നമുക്ക് എഫ് കോമ്പോസിറ്റ് എഫ് എങ്ങനെ എഴുതുമെങ്കിൽ ആദ്യത്തെ എഫ് വെളി കിടക്കട്ടെ, കോമ്പോസിറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് എഴുതാം. ഇതാണ് എഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താ അർത്ഥം അറിയാമോ? എക്സിന്റെ ഡൊമൈൻ ആണ് എക്സ്. എഫ് ഓഫ് എക്സ് എക്സ് ഡൊമൈൻ
അതിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്. ഇനി ഈ എഫ് ഓഫ് എക്സ് ആയിട്ട് സെയിം ഫംഗ്ഷൻ തന്നെ മറ്റൊന്നിലേക്ക്, അതാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ ജി കോമ്പോസിറ്റ് ജിയോ ജി ഓഫ് എക്സ് അല്ലെ, ഒരു സെറ്റിന്റെ ഡൊമൈൻ കോഡൊമൈൻ ഇത് കിട്ടുന്നു. ഈ കോഡൊമൈൻ തന്നെ വീണ്ടും ഡൊമൈൻ ആക്കി വെച്ചുകൊണ്ട് സെയിം ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ ആണല്ലോ. ഇപ്പൊ എക്സ് സ്ക്വയർ ആണെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ എടുക്കുന്നു, പിന്നെ അതിന്റെ സ്ക്വയർ എടുക്കുന്നു, അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഇപ്പൊ 2ൽ നിന്ന് 4ലേക്ക് പോയി, 4ൽ നിന്ന് 16ലേക്ക് പോയി. അതാണ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ. അപ്പോൾ ഈ 4 രീതിയിലുള്ള ഫംഗ്ഷൻസും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സപ്പോസ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എലമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതൊക്കെ എഴുതാം, എങ്ങനെ കണ്ടുപിടിക്കാം. 2 ഫംഗ്ഷൻ ഞാൻ തരയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു സിമ്പിൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് മറ്റൊരു ഫംഗ്ഷൻ കോസ് എക്സ്, വേറെവർ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, അതെങ്ങനെ ഡിഫൈൻഡ് ആണോ ആ ഡൊമൈനും റേഞ്ചും ആണെന്ന് ഇരിക്കട്ടെ. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിന് 2 ഫംഗ്ഷൻ എന്നിട്ട് പറയാണ് ഫൈൻഡ് എഫ് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് കോമ്പോസിറ്റ് എഫ്, ജി കോമ്പോസിറ്റ് ജി. ഈ 4 കാര്യവും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്നീ 2 ഫംഗ്ഷൻ തന്നിട്ട് അവയുടെ കോമ്പോസിറ്റ്, ഇത് 4 ഞാൻ പറയുന്നെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം ഒക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ ചോദിക്കും. 4 കൂടി ഒരുമിച്ച് ചോദിക്കണമെന്നില്ല. അപ്പൊ 4 ഏതാണ് ചോദിക്കുന്നതെന്ന് പറയാക്കൂലല്ലോ, അതുകൊണ്ട് 4 നമുക്ക് പഠിച്ചു വെക്കാം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. ചെയ്യാം. ആദ്യം എഫ് കോമ്പോസിറ്റ് ജി കാണാം. അപ്പൊ എഫ് കോമ്പോസിറ്റ് ജി എങ്ങനെ എഴുതുന്നത്? എഫ് എന്ന് എഴുതിയിട്ട് ഈ കോമ്പോസിറ്റിന്റെ ഡോട്ട് മാറ്റിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് ജി ഓഫ് എക്സ് എന്ന് എഴുതണം. ഈക്വൽ ടു, എല്ലാം ഒറ്റ ലൈനിൽ നമുക്ക് നിർത്താം കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല രസമാണത്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എക്സ് നോക്കി, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ്. അപ്പൊ ഈ ജി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോസ് എക്സ്. അപ്പൊ എഫ് ഓഫ് കോസ് എക്സ് എന്നായി. എഫ് ഓഫ് കോസ് എക്സ് ഉണ്ടാ ഈക്വൽ ടു. ഇനി എഫ് ഓഫ് കോസ് എക്സ് നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ. അതായത് ഇവിടെ എന്ത് വന്നോ അതിന്റെ സ്ക്വയർ എടുത്തിരിക്കുക. ഇവിടെ എഫ് ഓഫ് 2 ആയിരുന്നെങ്കിൽ 2 സ്ക്വയർ എന്ന് വന്നേനെ. ഇവിടെ എഫ് ഓഫ് 10 ആയിരുന്നെങ്കിലോ 10 സ്ക്വയർ എന്ന് വന്നേനെ. ഇവിടെ എഫ് ഓഫ് എ ആയിരുന്നെങ്കിലോ എ സ്ക്വയർ എന്ന് വന്നേനെ. ഇവിടെ എഫ് ഓഫ് കോസ് എക്സ് ആയിരുന്നെങ്കിലോ കോസ് എക്സിന്റെ സ്ക്വയർ എന്ന് വന്നേനെ. എന്താ കോസ് എക്സിന്റെ സ്ക്വയർ? കോസ് എക്സിന്റെ സ്ക്വയറിന് നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഈ സ്ക്വയർ കൊണ്ടൊന്നും ഇവിടെ എഴുതാം. ഇത്രേ ഉള്ളൂ, തീർന്നു അല്ലേ? എന്ത് രസം. അപ്പൊ അങ്ങനെ അടുത്തതോ, ജി കോമ്പോസിറ്റ് എഫ് എങ്ങനെയായിരിക്കും വരിക? ജി എന്നെഴുതിയിട്ട് ഈ ഡോട്ടിന് പകരം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ എന്ത് എഴുതുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ജി വെളിയിൽ കിടന്നോട്ടെ, എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കണം. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ എന്നാണ്. എഫ് ഓഫ് എക്സ് എന്ന് തന്നിരിക്കുന്നത് എന്താണ്? എക്സ് സ്ക്വയർ എന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ജി ഓഫ് എക്സ് സ്ക്വയർ വേണം കാണാൻ. അപ്പൊ ജി ഓഫ് എക്സ് എന്താണെന്ന് അറിയണം, അത് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് അല്ലെ, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ത് ചെയ്യണം? ഈ വലത് സൈഡില് എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ എഴുതുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കോ. ജി ഓഫ് 1 കോസ് 1, ജി ഓഫ് 2 കോസ് 2, ജി ഓഫ് 10 കോസ് 10, ജി ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ് സ്ക്വയർ. ഉണ്ടാ ഇങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പൊ നമ്മൾ തന്നെ നമ്മൾ അറിയാതെ അങ്ങ് പറ്റിച്ചുകൊണ്ട് ഉത്തരം അങ്ങ് പറഞ്ഞു പോകും അല്ലേ? നമ്മൾ പോലും അറിയാതെ ഉത്തരം പറഞ്ഞു. അപ്പൊ 1, 2 ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ജി ഓഫ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ ജി ഓഫ് എക്സ് സ്ക്വയർ കാണാൻ റീപ്ലേസ് എക്സ് വിത്ത് എക്സ് സ്ക്വയർ. ഇവിടെ കോസ് എക്സിൽ എക്സിന് എക്സ് സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ എങ്ങനെ കിട്ടും? തെറ്റിപ്പോരുത്, കോസ് എക്സ് സ്ക്വയർ എന്നാണ്. കോസ് എക്സ് സ്ക്വയർ വേറെ, കോസ് സ്ക്വയർ എക്സ് വേറെ, രണ്ടും രണ്ടാണ്. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നർത്ഥം. കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം കോസ് ഓഫ് അതിന്റെ ആംഗിൾ അയക്കുന്ന എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ കോസ് വെളിയിലുണ്ട്, അകത്തുള്ള എക്സ് ആണ് എക്സിനെ ഇൻറ്റു ചെയ്യുന്നത്. അവിടെ കോസിന് ബന്ധമില്ല, കോസിനകത്തുള്ള ആംഗിൾ എക്സ് ഇൻറ്റു എക്സ് എന്നാണ് വരുന്നത്. ഇപ്പൊ രണ്ടും രണ്ടാണ്. ഒരിക്കലും എഫ് കോമ്പോസിറ്റ് ജിയും എഫ് കോമ്പോസിറ്റ് ജി ഈസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിറ്റ്, രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചളയത്. ഇനി എഫ് കോമ്പോസിറ്റ് എഫ് എങ്ങനെ കാണും? അതിന് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യും? എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സിന്റെ വില കൊടുക്കും.
അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ, ഇനി രസം, ഇത് എവിടെ കൊണ്ട് കൊടുക്കും? എഫ് ഓഫ് എക്സ് സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് 1 എന്താ? 1 സ്ക്വയർ. എഫ് ഓഫ് 2 എന്താ? 2 സ്ക്വയർ. എഫ് ഓഫ് 3 എന്താ? 3 സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ എക്സ് സ്ക്വയർ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുക്കും. പിന്നെ ഒരു സ്ക്വയർ ഉണ്ട്, അത് കളയാക്കൂല. അപ്പൊ ഇതിങ്ങനെയാവും എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എത്രയെന്ന് അറിയാമോ? എക്സ് റൈസ് ടു 4. അതാണ് അതിന്റെ ആൻസർ. അങ്ങനെയാണ് എങ്കിൽ ജി കോമ്പോസിറ്റ് ജിയും കൂടെ കാണാം. ജി കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞ അർത്ഥം ജി ഓഫ് എക്സ്. ശരിയാണല്ലോ. കോമ്പോസിറ്റുമായ ഡോട്ട് മാറ്റി ജി ഓഫ് എക്സ് എഴുതി. ഇനി ജി ഓഫ് എക്സിന്റെ വില കൊടുക്കണം. അപ്പൊ ജി ഓഫ് എക്സിന്റെ വില എന്താ? കോസ് എക്സ്. ഇനി ജി ഓഫ് കോസ് എക്സ് കാണാൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നാണ്. അപ്പൊ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഇനി ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരാൻ പോവുകയാണ്? കോസ് എക്സ് വരാൻ പോവുകയാണ്. അപ്പൊ വലത് സൈഡിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യണം? കോസ് എക്സ്. അപ്പൊ എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ തന്നെ പറ്റിക്കുക. ജി ഓഫ് 1 കോസ് 1, ജി ഓഫ് 2 കോസ് 2, ജി ഓഫ് 3 കോസ് 3, ജി ഓഫ് 10 കോസ് 10, ജി ഓഫ് കോസ് എക്സ് കോസ് ഓഫ് കോസ് എക്സ്. അതായത് എക്സിന് എന്ത് ചെയ്യുന്നു? എക്സിന്റെ സ്ഥാനത്ത് കോസ് എക്സ് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയാവും? കോസ് ഓഫ് കോസ് എക്സ് അല്ലെ. കോസ് ഓഫ് കോസ് എക്സ് കൊണ്ട് ഈ കോസ് കൊണ്ട് അകത്തോട്ട് ഗുണിക്കാനെല്ലാം പറ്റുമോ? കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി കൂടെ എന്നൊക്കെ ചോദിച്ചോളല്ലേ. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ് അല്ലെ. ഇത് കോസ് എക്സ് ഇല്ല, കോസിന്റെ ആംഗിളായിട്ട് കോസ് എക്സ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കോസ് കൊണ്ട് അകത്തോട്ടൊന്നും ഒരിക്കലും ഗുണിക്കുന്ന വിഡിത്തങ്ങൾ ചെയ്യല്ലേ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ജി കോമ്പോസിറ്റ് ജി. അപ്പൊ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലായി. എഫിന്റെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ എഫിന്റെ കോഡൊമൈൻ ജിയുടെ ഡൊമൈനായി വരുന്നു. അതാണ് കാര്യം. അതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അല്ലെ. അപ്പോൾ അത് ആരോ ഡയഗ്രം ഉപയോഗിച്ച് ആ റിലേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചു. കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന് നമുക്ക് അതിലെ എലമെന്റുകൾ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റിനിൽ പഠിച്ചത്. രണ്ടാമത് 4 തരത്തിലുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. എഫ് കോമ്പോസിറ്റ് ജി, ജി കോമ്പോസിറ്റ് എഫ്, എഫ് കോമ്പോസിറ്റ് എഫ്, ജി കോമ്പോസിറ്റ് ജി. അത് 4 കണ്ടുപിടിക്കാൻ പഠിച്ചു. എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്നീ 2 ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നൊരു കാര്യം നോക്കുക. ഒരു കാര്യം ഓർത്ത് വെച്ചോണം, എഫ് കോമ്പോസിറ്റ് ജി ഇസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ്. എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും ഒന്നാണ് എന്ന് ധരിച്ചു കളയരുത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളത് ചെയ്തു നോക്കുക. Let f such that set 1, 3, 4 to set 1, 2, 5. G such that എന്തായിരിക്കും എഴുതാൻ പോണത്? ഇവിടെ എഴുതാൻ പോണ സെറ്റ് എഫിന്റെ കോഡൊമൈൻ എടുത്ത് ഇവിടെ ഡൊമൈൻ ആയിട്ട് എഴുതും അല്ലേ. ശരിയാണ്. 1, 2, 5 to set 1, 3 be given by f is equal to set ordered pair 1, 2, 2, 3, 3, 5, 4, 1 and G is equal to set ordered pair 1, 3, 2, 3, 5, 1. Write down G composite F. ഇത് കണ്ടുപിടിക്കുക. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അവിടെ സെറ്റ് ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോ ഡയഗ്രം വരച്ച് ചെയ്യാം. ഇപ്പോൾ 1ന്റെ ഇമേജ് ആണ് 2. ഇനി അടുത്തത് നോക്കിയാൽ മതി. 2ന്റെ ഇമേജ് ഏതാണ്? 3. അപ്പോൾ 1ന് 3മായ ബന്ധം വന്നു. അതാണ് G ഓഫ് എഫ് ഓഫ് 1 വേണം ആദ്യം കാണാൻ. കണ്ടോ, ഇത് ഓരോന്ന് കാണണം. ഈ 1, 3, 4 നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് G ഓഫ് എഫ് ഓഫ് 1 കാണണം. പിന്നെ G ഓഫ് എഫ് ഓഫ് 3 കാണണം. G ഓഫ് എഫ് ഓഫ് 4 കാണണം. ഈ 4 കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ഓർഡേർഡ് പെയറായിട്ട് എഴുതാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ
1ന് 2 അടുത്തതിൽ 2ന് 3 വന്നുകൊണ്ട് ഫസ്റ്റ് ഓർഡേർഡ് പെയർ ജി കോമ്പോസിറ്റ് എഫിലെ ഫസ്റ്റ് ഓർഡേർഡ് പെയർ 1,3 ആയിരിക്കും. ബാക്കിയുള്ള നോക്കാം. 3ന് 5 വന്നു, 5ന് 1 വന്നു, അപ്പൊ 3ന് 1 അല്ലേ. 4ന് 1 വന്നു, 1ന് 3 വന്നു, അപ്പൊ 4ന് 3 ഓർഡേർഡ് പെയർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനക്കണക്കായിട്ട് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് 5x - 2. അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് എഫ് കോമ്പോസിറ്റ് ജി, ജി കോമ്പോസിറ്റ് എഫ്, എഫ് കോമ്പോസിറ്റ് എഫ്, ജി കോമ്പോസിറ്റ് ജി. ഇത് 4 കണ്ടുപിടിക്കുക.